नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेटनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेटनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। ബോച്ചയുടെ സ്ഥാപനത്തിലേക്ക് കുംഭമേള വൈറൽ താരമായ മൊണാലിസ കോഴിക്കോട് വരികയാണ്. ബോച്ച തന്നെയാണ് ഈ ഒരു വിവരം പങ്കുവെച്ചത് കേട്ടോ. മൊണാലിസ പറയുന്ന ആ ഒരു വീഡിയോ പങ്കുവെച്ചത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കാര്യം ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു നമ്മുടെ ബോച്ച ചെയ്തതല്ലേ. ഏതോ ഒരു പ്രമുഖ താരം വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് ഈ ഒരു പ്രമുഖ താരം മൊണാലിസ ആയിരിക്കുമെന്ന് ഒട്ടും നിരീക്ഷിച്ചില്ല. എന്തായാലും വളരെ ഹാപ്പിയാണ്. ബോച്ചയുടെ ഫാൻസും ആരാധകർ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ഹണി റോസിനെ ഇനി കൊണ്ടുവരണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഹണി റോസ് കാരണം എന്തൊക്കെയാണ് അപവാദങ്ങളും അപമാനങ്ങളും അദ്ദേഹം സഹിച്ചത്. അപ്പം ഹണി റോസിന് നല്ലൊരു പണി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിവരം എന്തായാലും ഹണി റോസും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പുള്ളിക്കാരത്തി ആകെ അന്താളിച്ചിരിപ്പുണ്ടാവില്ലേ. എന്തിനാ ഞാൻ കേസ് കൊടുത്തേന്നും പറഞ്ഞായിരിക്കും പുള്ളിക്കാരി അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും. എന്തായാലും ബോച്ച ഈ ചെയ്തതിനോട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ ഒരു വീഡിയോക്ക് താഴെയുള്ള കമന്റ് ബോക്സ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്തരത്തിൽ ആളുകൾ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളത്. എന്തായാലും ഈ മഹാകുംഭമേളയിലെ വൈറൽ താരമായ മൊണാലിസ, മോണി ബോസ്ലെ എന്നാണ് യഥാർത്ഥ പേര്, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വൈറലാക്കിയതും ഈ ഒരു കുംഭമേളയ്ക്കിടെ ആരെയും ആകർഷിക്കുന്ന ചാര കണ്ണുകളും അതുപോലെ സുന്ദരമായ ചിരിയും ഇത് തന്നെയായിരുന്നു മൊണാലിസയുടെ ആകർഷണം. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് ഈ ഒരു മൊണാലിസ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊണാലിസ നാഷണൽ ക്രഷായി മാറിയ ഒരു ടൈമില് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. കാരണം ഒരുപാട് പേര് വീഡിയോ എടുക്കാനും പല ദേശത്തു നിന്നും ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷെ പാപം പുള്ളിക്കാരത്തിയുടെ ആ ഒരു കച്ചവടം അതോടങ്ങ് സ്റ്റോപ്പായല്ലേ. അവസാനം അച്ഛനെ തന്നെ ഈ ഒരു മൊണാലിസയെ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടിച്ചു വിടേണ്ട ആ ഒരു അവസ്ഥ വന്നു. കാരണം ആ രീതിയിലായിരുന്നു ആളുകളുടെ ശല്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അതിലെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിൽ ഒന്നായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ്. കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ മുഖം ഒരു മതനേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല, മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ്. രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ബോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. ന്യൂസ് 18 മൊണാലിസ നടത്തിയ പ്രതികരണം ഇങ്ങനെ. मोनालिसा, मैं महेश्वर में रहती हूँ। कहाँ रहती हैं? एमपी से आई हैं। किस शहर से? महेश्वर से आई हैं। कितने दिनों से यहाँ पर आई हैं और किस तरह से लोग अब 15 दिन हो गए मुझे आने के लिए। 15 दिन हो गए, लेकिन वायरल तो अभी आप हुई हैं। कैसे लोगों की नजर आप पर पड़ी? मेरा मुंह छुपा के रखती थी। किसी भैया ने जैसे कि माला बेची मैंने, तो उन्हें चुपके से वीडियो बना लिया था। अच्छा, ये बताइए कि जब आप लोगों के पास अब जब वायरल हो गई हैं, लोग आपको देखते हैं, तो अब माला आपकी खूब ज्यादा बिक रही है, क्या हो रहा है? कुछ भी नहीं बिक रहा है वीडियो की वजह से। हाँ। सब बस फोटो खींचने के लिए आते, वीडियो बनाने के लिए आते, लेकिन माला रुद्राक्ष लेने के लिए नहीं आते। अच्छा, ये बताइए आप कितनी पढ़ी लिखी हैं आप? नहीं, मैं पढ़ी लिखी नहीं हूँ। बिल्कुल पढ़ी लिखी नहीं है। अच्छा, बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं? मम्मी पापा आए। वो भी आए मेले में? हाँ आए। अच्छा, आप लोग इसका काम करते हैं, माले का काम करते हैं? हाँ, माला रुद्राक्ष का काम। माला और रुद्राक्ष का काम करते हैं। कौन कितने माले आपने लिए, किस किस तरीके के, कितने कितने के? मोती का माला है, हाँ। ये रुद्राक्ष का है, केरवे का है, अलग अलग माला है। अलग अलग माला। कितने का है माला ये? कितने रुपए से लेकर कितने रुपए तक माले हैं ये? 11,000 से लगा के नीचे तक का ये ज्यादा। 11,000 सबसे ऊपर तक का है। हाँ, ऊपर तक तो का। कैसा अभी मेले में कैसा बिजनेस हो रहा है? यहाँ तो 45 जब से वीडियो बनाया तब से ऐसे ही घूम रही मैं। എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയപ്പോൾ മൊണാലിസയുടെ കുടുംബത്തിന്റെ മാലക്കച്ചവടം പാടെ കുറഞ്ഞു. ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം. ഇനിയും മൊണാലിസ പ്രയാഗ്രാജിൽ തുടർന്നാൽ ദോഷമേ ചെയ്യൂവെന്ന തോന്നലിൽ
അവരെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയാണ് മാതാപിതാക്കൾ. എന്തായാലും നമ്മുടെ ബോച്ചെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 1200 കമന്റ്സും 791 ഷെയറും അതുപോലെ 4 ലക്ഷത്തിലും വരം ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിലെ കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലെ കമന്റ് സെക്ഷനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം എടുത്ത് വായിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ഹണി റോസിന് പണി കൊടുത്തിട്ടുള്ള രീതിയിലുള്ള കുറേയേറെ കമന്റ്സ് ഉണ്ട്. എന്തായാലും ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള കമന്റ് സെക്ഷനുകൾ തന്നെയാണ് അതായത് ആരാധകരുടെ ഒരു സന്തോഷമേ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല മൊണാലിസയെ വിളിക്കുമെന്നുള്ളത്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ബോച്ചെ ഏതെങ്കിലും ഒരു പ്രമുഖ താരത്തിന് വിളിക്കുമെന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷെ അത് മൊണാലിസ ആയിരിക്കും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും ഹണി റോസിന്റെ അണ്ണാക്കി തന്നെ കൊടുത്ത ഒരു പ്രതീതിയായി പോയി അല്ലേ?